ഒരു പെൺകൊച്ച് ഗർഭിണിയായി അമ്മയായി കഴിഞ്ഞ് വളരെയധികം സന്തോഷിക്കേണ്ട നിമിഷങ്ങളിൽ ആ കുട്ടി വളരെയധികം ഡിപ്രസീവ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ, അതാണ് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത് നമുക്കറിയാവും. ആ പ്രഗ്നൻസി എന്നുള്ളൊരു അവസ്ഥ ഒരു വളരെ ഡിഫിക്കൽട്ട് ഫേസ് ആണ് ആ ലേഡിയുടെ ജീവിതത്തിൽ. അത് സംഭവം ഷീ മാനേജ്ഡ്. അതിനുശേഷം അവൾ ഒരു ഡെലിവറി എന്ന ഒരു എക്സോസ്റ്റീവ് ഫേസിൽ കൂടെ ഒരു കടന്നു പോകുന്നു. ആ എക്സോസ്റ്റീവ് ഫേസിൽ കടന്നുപോയി അടുത്ത ദിവസം ആ ലേഡി അമ്മ അല്ലെങ്കിൽ മദർഹുഡ് എന്നുള്ളൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് പെട്ടെന്ന് എത്തുകയാണ്. ആ ലേഡിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ആ ലേഡി എവരി അരമണിക്കൂർ കൂടും കൊച്ചിന് പാല് കൊടുത്തോണം. ആ ലേഡി ഭർത്താവുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ലേഡിക്ക് സമൂഹമായിട്ട് ഇടപെടാൻ പറ്റത്തില്ല. അങ്ങനെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ചട്ടക്കൂടുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. ലേബർ പെയിൻ തീരുന്നതിന് മുമ്പേ, അമ്മിഞ്ഞപ്പാൽ വരുന്നതിന് മുമ്പേ അമ്മയുടെ അമ്മായിയമ്മയുടെ ശകാരങ്ങളാണ് ആ ലേഡി കേൾക്കുന്നത്. കൊച്ചിന് പാല് വരുന്നില്ല, നീ വെള്ളം കുടിക്കുന്നില്ല, നീ അത് ചെയ്യുന്നില്ല, നീ ഇത് ചെയ്യുന്നില്ല. സിസേറിയൻ ആണെങ്കിലോ ആ വൂണ്ടിൻ്റെ പെയിൻ, വജൈനൽ ബർത്ത് ആണെങ്കിലോ വജൈനയുടെ അവിടെയുള്ള പെയിൻ, ഇതൊന്നും ആരും ബോധർ പോലും ചെയ്യുന്നില്ല. ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിലോട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിനെ സൊസൈറ്റി അംഗീകരിക്കാതെ എല്ലാം ആ പെൺകൊച്ചിൻ്റെ തലയിലോട്ട് ചാർത്തി കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഈ ഒരു ട്രാൻസിഷനെ എങ്ങനെ ആ ലേഡി കോപ്പപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടെയാണ് ഇങ്ങനത്തെ പോസ്റ്റ്മോർട്ടം ബ്ലൂസും ഡിപ്രഷനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ള കാരണം. അതുകൊണ്ട് ഒരു അമ്മയാവുന്നതിനും വരെ അവളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, ആ ഒരു സപ്പോർട്ട് അമ്മയായതിനു ശേഷം കൊടുക്കണം. അവിടെ കുത്തുവാക്കുകളല്ല കൊടുക്കേണ്ടത്, സപ്പോർട്ട് സിസ്റ്റമാണ് വേണ്ടത്. സോ ഗെറ്റ് ദാറ്റ് ലേഡി മോട്ടിവേറ്റഡ് ഫോർ പ്രിപ്പയറിംഗ് ഹർ മദർഹുഡ്, ദെൻ സിസ്റ്റം വിൽ ഫോൾ ഇൻ പ്ലേസ്. ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും പോസ്റ്റ്മോർട്ടം ബ്ലൂസും ഒന്നും ഉണ്ടാവത്തില്ല. ഷീ വിൽ ഹാവ് എ ഹെൽത്തി മെന്റൽ സ്പേസ്.